കാനഡ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യക്ക് എതിരായിട്ട് ഗ്ലോബൽ പല ഫോറങ്ങളിലും, അതായത് ജസ്റ്റിൻ ട്രൂഡോ ആണെങ്കിലും G20 അദ്ദേഹം പങ്കെടുക്കാൻ വന്നപ്പോഴാണെങ്കിലും വളരെ മോശമായ പരാമർശങ്ങളൊക്കെയാണ് നടത്തിയത്. അല്ല, ഫ്ലൈറ്റ് കേടാകുന്നു, തിരിച്ച് ഇന്ത്യ അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ഓഫർ ചെയ്യുന്നു. പക്ഷെ അതല്ല, അവിടുന്ന് ഫ്ലൈറ്റ് വന്ന ശേഷമാണ് പിന്നീട് അദ്ദേഹം പോകുന്നത്. അപ്പോൾ പല മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ G7 ബന്ധപ്പെട്ട് ഈ ഇഷ്യൂ ഇത്രമാത്രം റേസ് ചെയ്ത് കാനഡയിൽ ഉണ്ടാകുകയും അവിടുത്തെ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് സിഖ് കമ്മ്യൂണിറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ അറ്റാക്ക് നടത്തുകയാണ്. അതായത് വരാൻ പോകുന്ന ഈ സംഭവത്തിൽ ഒരു കറുത്ത തുണിയോ സംഭവങ്ങളും പ്രതിഷേധവും ഒക്കെ നടത്തുന്നുള്ള സംഭവമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. അമേരിക്കൻ പിന്തുണയോടുകൂടി പങ്കെടുക്കുന്ന ഇന്ത്യ G7 ഒരു ഇൻവൈറ്റി ആയ ഇന്ത്യക്ക് ഈ സിഖ് കമ്മ്യൂണിറ്റി ഇത്രമാത്രം ഒരു രീതിയിൽ വളരെ ശത്രുതാ മനോഭാവത്തോടു കൂടി നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുന്നതും ഇന്ത്യയെ കാണുന്നതും അക്സെപ്റ്റബിൾ അല്ല. അതൊരു നേരായ രീതിയിലുള്ള പോക്കല്ല. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളെ വെച്ച മറ്റു രാജ്യങ്ങളിലെ പൊളിറ്റിക്സ് വെച്ചിട്ട്, അതായത് ഇവിടുത്തെ കർഷക സമരം, മറ്റുള്ള സമരം, അതിനൊക്കെ പല രീതിയിലുള്ള ആക്രമണം നടത്തുവാൻ വേണ്ടി കനേഡിയൻ ഗവൺമെൻറ്റും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും സോഷ്യൽ മീഡിയയിൽ പല ട്വീറ്റുകൾ ചെയ്തു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ത്യ കാനഡയുടെ ഒരു വിഷയത്തിലും പങ്കെടുക്കാൻ പോകുന്നില്ല. പക്ഷെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ കാനഡയ്ക്കും അവിടെയുള്ള സിഖ് കമ്മ്യൂണിറ്റിക്ക് ഇത്രമാത്രം താല്പര്യമുണ്ടെങ്കിൽ അതിനെതിരെ ഇന്ത്യക്കാർ ഗ്ലോബലായിട്ട് ഒന്നിക്കണം.